ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം ഘട്ട വിജയത്തിന് ശേഷം അത് ലോക രാജ്യങ്ങളിൽ ചർച്ചയായി മാറുന്നു. വിവിധ രാജ്യങ്ങളിലുള്ള യുദ്ധ വിദഗ്ധന്മാരും അതുപോലെ തന്നെ ഈ ആയുധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നവരും അതിനെ അനാലിസിസ് ചെയ്യുന്നവരുമെല്ലാം തലനാരിഴ കീറി പരിശോധിക്കുകയാണ്. ഇന്ത്യക്ക് ഇത്ര വേഗം കേവലം 22 മിനിറ്റ് കൊണ്ടാണ് ആദ്യത്തെ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത്. വളരെ ശക്തമായി തന്നെ പാകിസ്ഥാനെ അടിച്ചൊതുക്കാൻ ഒരു ആണവരാഷ്ട്രം കൂടിയാണ്. എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അവർ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ത്യയുടെ പെർഫോമൻസിൽ ഏറ്റവും മുൻനിരയിൽ തന്നെ നിന്നത് റഷ്യയുടെ S-400 എന്ന് പറയുന്ന നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുത്ത് അതിന് സുദർശന ചക്ര എന്നാണ് നമ്മൾ പേര് നൽകിയിരിക്കുന്നത്. അങ്ങനെ S-400 ആയിരുന്നു താരമായി മാറിയത്. ഈ S-400ന്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടിയത് മറ്റാരുമല്ല, നമ്മുടെ അയൽരാജ്യമായ ചൈനയാണ്. ഞെട്ടാൻ കാരണമുണ്ട്. 2014 റഷ്യയുടെ കയ്യിൽ നിന്ന് $3 ബില്യൺ ചൈന S-400 സ്വന്തമാക്കുന്നത്. 2018 ശ്രീ നരേന്ദ്രമോദി S-400 നമ്മുടെ രാജ്യത്തിനും സ്വന്തമാക്കും. അന്ന് തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കാരണം തൊട്ടടുത്തുള്ള 2 രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ, ഇവർക്ക് രണ്ടുപേർക്കും ഒരേ ആയുധം നൽകിയാൽ എന്താകും സ്ഥിതി എന്നൊക്കെ. പക്ഷേ ഇന്ത്യയോ റഷ്യയോ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ചൈനയുടെ സോഗു പ്ലാറ്റ്ഫോം, ചൈനയുടെയും മറ്റു ലോകത്തെ മുഴുവൻ ആയുധങ്ങളെ വിശകലനം ചെയ്ത് കൃത്യമായി അനാലിസിസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഹു പ്ലാറ്റ്ഫോം. അവരൊരു കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ആ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ 2025 മെയ് 7, അതായത് ഇപ്പോൾ നടന്ന മെയ് 7 നടന്ന പാക് കാശ്മീരിലെയും പാകിസ്ഥാനിലെ സൈനിക ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്ന S-400 എന്ന സുദർശന ചക്രയാണ്. പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ കടന്നു കയറി 314 കിലോമീറ്റർ ദൂരത്തിലുള്ള പാക് വ്യോമസേനയുടെ സാപ് 2000 എയറിനെ തകർക്കുവാൻ കഴിഞ്ഞു. അതായത് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റമാണ് സാപ് 2000. അതിനെ തകർക്കുവാൻ കഴിഞ്ഞത് ഈ S-400ന്റെ സഹായത്താലാണ് എന്നവർ പറയുന്നു. അപ്പോൾ S-400ന്റെ റേഞ്ച് മിനിമം 400 to 600 ആണ് എന്ന് കൺഫേം ചെയ്തിരിക്കുന്നു. കാരണം ഈ 314 കിലോമീറ്റർ ദൂരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായത് 400ലേക്ക് എത്തും. പക്ഷെ ചൈനയുടെ കൈവശം ഇരിക്കുന്ന S-400ന്റെ ദൂരപരിധി 300 കിലോമീറ്റർ ആണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒപ്പം തന്നെ ഈ ചൈനയുടെ HQ-9P പ്രതിരോധ സംവിധാനത്തെ നിഷ്പ്രയാസം മറികടക്കാനും ഈ പറയുന്ന S-400ന് കഴിഞ്ഞു. അതും ചൈനയെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, റഫേല്, മെറ്റിയോർ മിസൈല്, ആകാശ് മിസൈല്, റഷ്യയുടെ ബരാക് മിസൈല്, ഇതിനെയെല്ലാം സംയുക്തമായി ഈ S-400മായി ഘടിപ്പിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിനെ സംയുക്തമായി ഈ S-400ന്റെ സഹായത്താൽ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. പക്ഷെ അത് ചൈനയ്ക്ക് കഴിയില്ല എന്ന് തന്നെ സോഹു പ്ലാറ്റ്ഫോം പറയുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ റഷ്യ ആയുധങ്ങൾ വിൽക്കുമ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ കടന്നു കയറാൻ അവർ ആരെയും അനുവദിക്കാറില്ല. ചൈനയുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ എവിടെ നിന്നെങ്കിലും ആയുധം വാങ്ങിയാൽ അവരുടെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തുകയും അതിനുള്ളിൽ കടന്നു കയറുകയും അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തുകയും അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങൾ കൊണ്ടുവരികയും അതുമൂലം റഷ്യയുടെ സാങ്കേതിക വിദ്യയിലേക്ക് അകത്തേക്ക് ഒരു കടന്നുകയറ്റം അവർ നടത്താറുണ്ട്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ റഷ്യ അത്തരത്തിലുള്ള എല്ലാ വഴികളും അടച്ചാണ് S-400 ചൈനയ്ക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ HQ-9 പോലെയുള്ള ആ സീരീസിൽ പെടുന്ന മിസൈലുകളോ സംവിധാനങ്ങളോ ഒന്നും ചൈനയ്ക്ക് S-400മായി, ചൈനയുടെ പക്കലുള്ള S-400മായി കൂട്ടിയിണക്കുവാനും കഴിയില്ല. അതായത് റഷ്യ തന്നെ പറയുന്നു, തങ്ങളുടെ ആയുധങ്ങളിൽ മറ്റു രാജ്യങ്ങൾ, അത് വാങ്ങുന്ന രാജ്യങ്ങൾ അതിൻ്റെ സാങ്കേതികത്വ മാറ്റം വരുത്താൻ തങ്ങൾ അനുവദിക്കാറില്ല. അതിനുള്ള എല്ലാ വഴികളിലും അടച്ച് അത് തടയുന്ന സോഫ്റ്റ്വെയർ ഉൾപ്പെടെയാണ് തങ്ങൾ എല്ലാ ആയുധങ്ങളും നൽകുന്നത്. ഒഫീഷ്യലായിട്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെയാണ് ചൈനയുടെ, അതായത് സോഹു പ്ലാറ്റ്ഫോം പറയുന്നത്, ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ചൈനയും ഇന്ത്യയുമാണ് റഷ്യയുടെ കൂടുതൽ ആയുധം വാങ്ങുന്നതെങ്കിലും റഷ്യയുടെ ഉറ്റ പങ്കാളി ഇന്ത്യയാണ്. തന്ത്രപരമായ പങ്കാളി, ഉറച്ച ആയുധ പങ്കാളിയും ഇന്ത്യയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. കാരണം ഇപ്പോൾ S-500 അടക്കമുള്ള ആയുധങ്ങൾ റഷ്യ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ റഷ്യ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുന്ന ജെറ്റ് എഞ്ചിൻ റഷ്യയിൽ വെച്ചാണ് അതിൻ്റെ പരീക്ഷണം നടത്തുന്നത്. അതായത് റഷ്യയും ഇന്ത്യയുമാണ് വളരെ തിക്ക് ഫ്രണ്ട്സ്. തങ്ങൾ സുഹൃത്താകാം, പക്ഷെ അത്രത്തോളം തിക്ക് ഫ്രണ്ട്സ് അല്ല എന്ന് ചൈന തിരിച്ചറിയുന്നു. കാരണസഹിതം.